നമസ്കാരം. നമ്മളോടൊപ്പം UPSC റാങ്ക് ഹോൾഡേഴ്സ് ആണുള്ളത്. ഇന്ത്യ മുഴുവൻ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. കേരളത്തിലടക്കം PSCയുടെ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വരുന്നു. ഈ UPSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണ്. ജൂലൈ 29 മുതൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ സമീപവും ഇവരുടെ പ്രക്ഷോഭങ്ങളും മറ്റും ഉണ്ടാകും. നമ്മുടെ കേരളം ശ്രദ്ധിക്കേണ്ട ശബ്ദങ്ങളാണ്. നമുക്ക് അവരിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ നിങ്ങളുടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തുടങ്ങിക്കോളൂ. നമ്മൾ തുടങ്ങുകയാണ്. അങ്ങനെ UPSC നിങ്ങളെല്ലാം UPSC റാങ്ക് ഹോൾഡേഴ്സ് ആണല്ലേ? പറയണം, നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പറയണം അശ്വിൻ. ഇപ്പം ഞാൻ തുടങ്ങാം. എന്റെ പേര് അശ്വിൻ ജെ മോഹൻ ആണ്. ഞാൻ വയനാട് UPSC റാങ്ക് ലിസ്റ്റിലെ 9ാം റാങ്കുകാരനാണ്. നിലവില് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിലെ ഫസ്റ്റ് റാങ്കുകാരന് പോലും ജോലി കിട്ടിയിട്ടില്ല. അപ്പൊ പല തവണ ഒഴിവുണ്ടായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഈ പറയുന്ന DDയിലും പിന്നെ മറ്റ് MLA മാരെയൊക്കെ പോയി കണ്ടിരുന്നു. വലിയ പ്രശ്നങ്ങളാണ് സാറേ, ഇത് ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോഴൊക്കെ പറഞ്ഞിരുന്നത് അത് റിപ്പോർട്ട് ചെയ്തോളും, നിങ്ങൾ പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങളെ മടക്കി അയക്കാൻ ചെയ്തു. അപ്പോൾ ഇപ്പം ജൂലൈ 15 ഡിവിഷൻ പോൾ വന്നപ്പോൾ നിലവിൽ അവിടുത്തെ വേക്കൻസികളൊക്കെ ഓൾറെഡി ഉള്ള ടീച്ചേഴ്സിനെ പുനഃക്രമീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ്. നിലയിൽ ഒറ്റ വേക്കൻസി പോലും ഇല്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ജോലി കിട്ടും, അല്ലാതെ ജോലി കിട്ടാനുള്ള സാധ്യതകളൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ UPSC റാങ്ക് ലിസ്റ്റ് വരുന്ന ഓരോ ഉദ്യോഗാർത്ഥികളുടെയും കഷ്ടപ്പാട് എന്ന് പറയുന്നത് ഒരു വർഷമോ അല്ല നിൽക്കുന്നത്, അത് ചിലപ്പോൾ 2-3 വർഷം നീണ്ടു വെക്കും. കാരണം നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 6 മാസം കഴിഞ്ഞിട്ട് എക്സാം വിളിക്കുന്നു. ആ എക്സാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്തൊരു കടമ്പ ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം ഷോർട്ട് ലിസ്റ്റ് വരുന്നു, ആ മെയിൻ ലിസ്റ്റ് വരുന്നു. എന്നിട്ട് മെയിൻ ലിസ്റ്റ് വന്ന ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു നമ്മൾ അറിയുന്നു. ആ ഉൾപ്പെട്ട അന്നുണ്ടായ സന്തോഷം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ഭയത്തിലേക്ക് മാറിയിരിക്കുകയാണ് സാർ. കാരണം നമ്മൾ പല മന്ത്രിമാരെയും പല MLA മാരെയും കാണാൻ പോയി. മുൻപ് ഭരണപക്ഷത്തുണ്ടായിരുന്ന ആളുകളെയും കാണാൻ പോയി, ഇപ്പോൾ ഭരണപക്ഷത്തുള്ള ആൾക്കാരെയും കാണാൻ പോയി. അപ്പോഴൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അതൊക്കെ ശരിയാവും, അത് ഇപ്പോൾ ഉള്ള താൽക്കാലിക പ്രശ്നം മാത്രമാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടുമെന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പ് പറയാൻ പറ്റില്ല. എന്താ പൊതുവെ രാഷ്ട്രീയക്കാരുടെ പ്രതികരണം അശ്വിൻ? ആദ്യ നിമിഷങ്ങളിലൊക്കെ ഇവര് ഓക്കെ നമുക്ക് നോക്കാം, ശരിയാക്കാം എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞിരുന്നത്. പിന്നെ അന്ന് ഭരണത്തിലുണ്ടായിരുന്നത് അവർ പറഞ്ഞു, പ്രതിപക്ഷം പറഞ്ഞു ഞങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ, അതായത് തൊട്ട് ഇലക്ഷന് മുന്നേയുള്ള ഇപ്പോഴത്തെ കോൺഗ്രസ് മന്ത്രിസഭയിലുള്ള ആളുകൾ പറയേണ്ടത് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി തരാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം അവരും പലപ്പോഴും ഒഴിഞ്ഞതുപോലെയാണ് സംസാരിക്കുന്നത്. അതായത് ഞാനപ്പോ ഒന്നുകൂടെ ആൾക്കാർക്ക് ഒരു കോണ്ടെക്സ്റ്റിന് വേണ്ടി, നിങ്ങൾ UP സ്കൂൾ ടീച്ചേഴ്സ് അതിന്റെ റാങ്ക് ഹോൾഡേഴ്സ് ആണ്. നിങ്ങൾ നമ്മുടെ UP സ്കൂളുകളിലേക്ക് അടക്കം അധ്യാപകരായി, ടീച്ചർമാരായി കയറാനുള്ള ആഗ്രഹത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ പ്രക്ഷോഭ പരിപാടികൾ എന്താണെന്നും കൂടെ പറയാം. ജൂലൈ 29 മുതലുള്ള കാര്യങ്ങളും. ജൂലൈ 29 മുതൽ അനിശ്ചിതകാലത്തേക്ക് ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. ഇതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ഒരു സൂചനാ സമരം നടത്തിയിരുന്നു. ആ സൂചനാ സമരം നടത്തിയ സമയത്ത് ഞങ്ങള് അന്ന് സൂചനാ സമരം നടത്തി വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പോയി കണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇല്ല, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ കൂടുതൽ സമരത്തിലേക്ക് പോകണ്ട എന്ന് അവർ അനുനയിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് അന്ന് സൂചനാ സമരം ഞങ്ങൾ അവസാനിപ്പിച്ചു വന്നത്. പക്ഷേ ജൂലൈ 15 ശേഷം അവര് ഞങ്ങളോട് പറഞ്ഞത് ഇപ്രാവശ്യം ഫിക്സേഷൻ ലേറ്റ് ആവും, നമുക്ക് കാര്യങ്ങളൊക്കെ നീക്കിയതിനു ശേഷം മാത്രമേ ഫിക്സേഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ അവിടുന്ന് വീട്ടിലെത്തുമ്പോഴേക്ക് ഫിക്സേഷൻ നടക്കുകയും ഇവിടെ ഡിവിഷൻ പോവുകയും ആ പ്രശ്നം എന്താ പറയാ സർക്കാർ ശ്രദ്ധിക്കാത്ത രീതിയിൽ മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായി. വേറെ ആർക്കെങ്കിലും കൂടെ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, പറയണം. വേറെ, അതായത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വേറെ ഏതെങ്കിലും, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ അധ്യാപികമാരാണ് പലപ്പോഴും കൂടുതലുള്ളത്. അപ്പൊ ഏതെങ്കിലും അധ്യാപികമാരാൻ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം. ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സംസാരിക്കാം. എന്റെ പേര് ആതിര എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ടീച്ചറാണ്. അപ്പം ഞങ്ങള് പോകുന്ന സമയത്ത് അവരിപ്പോഴും പറയുന്നത് ഡിവിഷൻ ഹോൾ വരുന്നത് കാരണം നിങ്ങൾക്ക് തരാൻ ഒഴിവുകളൊന്നും ഇല്ല എന്നാ പറയുന്നത്. ഈ ഡിവിഷൻ ഹോൾ വരുന്നതിന് പല കാരണങ്ങളും ഉണ്ടല്ലോ. കുട്ടികളുടെ എണ്ണം കുറഞ്ഞതുണ്ട്, അത് പോരാത്തതിന് സ്കൂളുകളിൽ കുട്ടികൾ എത്താത്തത്, എയ്ഡഡ് സ്കൂളിന്റെ അധികമായിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ, ഒരു ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ അതിന് ചുറ്റും ഒരുപാട് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്. അപ്പൊ പല റീസണിനെ കൊണ്ട് നമുക്ക് ഡിവിഷൻ ഹോളായി പോകുന്നുണ്ട്. അപ്പൊ ഈ ഹോൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ആ സ്കൂളുകളിൽ തന്നെ ഉണ്ട്. അതായത് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, റേഷ്യോ കുറച്ചിട്ട് ഈ തസ്തിക നഷ്ടപ്പെടുന്ന ടീച്ചേഴ്സിന് അവിടെ പ്രൊസക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു മാർഗം അവരുടെ മുമ്പിലുള്ളതാണ്. റേഷ്യോ കുറച്ച് അവർക്ക് ഗവൺമെന്റ് സ്കൂളിൽ തസ്തിക നഷ്ടപ്പോൾ ഞങ്ങളുടെ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ 85 അധ്യാപക ഒഴിവുകൾ ഉണ്ടെങ്കിൽ അവരുടെ തസ്തിക നഷ്ടം വന്നിട്ട്
ബാക്കി 20-ന് താഴെ മാത്രം നിയമനം നടക്കുള്ളൂ എന്നാണ് ഡി ഡി ഓഫീസ് എന്ന് പറയുന്നത്. അത്ര പോലും നടക്കുന്ന അവർക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ 85 ആള് കയറേണ്ട പോസ്റ്റിന് വെറും 10-15 ആളുകൾ മാത്രമാണ് ജോലി കിട്ടുന്നത്. അപ്പൊ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് എത്രത്തോളം തകർന്നിട്ടുണ്ട് എന്നുള്ളത് പുറത്തോട്ട് അറിയപ്പെടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിലവിൽ. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? കാര്യം അത് വളരെ വയനാട് ജില്ലയിൽ 23 ഒഴിവുണ്ടെങ്കിൽ 24 ടീച്ചേഴ്സ് തസ്തിക നഷ്ടപ്പെട്ട പുറത്താണ്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ചോദിക്കുന്ന കാര്യം, കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പലപ്പോഴും നല്ല ചിത്രങ്ങളും പോസിറ്റീവ് കാര്യങ്ങളും മാത്രമേ കേൾക്കാറുള്ളൂ. അതിന്റെ ദൗർബല്യങ്ങളും മറ്റും വേണ്ട രീതിയിൽ പുറത്തറിയാറില്ല. അപ്പൊ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖല തകർന്നു അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്? ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കുട്ടികൾ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ നടക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൂടണമെങ്കിൽ നമ്മളൊരു ക്ലാസ്സിൽ, ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഒരു 25 കുട്ടികളാണ്, ഒരു 30 കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളതെങ്കിൽ അതിലൊരു 5 കുട്ടികൾ പോലും ഒരു നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളൂ. അതിന് കൂടുതൽ പ്രോഗ്രാംസ് ആണ് സ്കൂളിൽ ഒരുപാടുള്ളത്. ഇപ്പം തന്നെ ശാസ്ത്രമേള, കലാമേള, സ്പോർട്സ് കോമ്പറ്റീഷൻസ് എല്ലാം കൊണ്ട് സ്കൂൾ തിരക്കിലാണ്. ടീച്ചേഴ്സ് ഇപ്പൊ സെൻസസ് ഡ്യൂട്ടി കാരണം ഒരു വർക്ക് നടക്കാത്ത അവസ്ഥയാണ് ഗവൺമെന്റ് സ്കൂളുകൾ. അപ്പൊ ഇങ്ങനെ പല റീസൺസും ഉണ്ട് സ്കൂളുകളിലുള്ള ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കുറയുന്നതിന്. അപ്പൊ നിങ്ങളുടെ ഒരു ഡിമാൻഡ് ഒരു 1, 2, ഞാനിപ്പോ ഇത് നമ്മുടെ സുഹൃത്തുക്കളായ മന്ത്രിമാർക്കടക്കമുള്ള അയച്ചു കൊടുക്കുക. എന്താ നിങ്ങളുടെ ഡിമാൻഡ്? ഒരു 1, 2, 3 ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഞങ്ങളുടെ ഡിവിഷൻ ഫോള് നഷ്ടപ്പെടുന്നത് അന്നേരം പിടിച്ചു വെക്കാൻ പറ്റണം. അങ്ങനെ ഡിവിഷൻ ഫോള് കുറയണമെങ്കിൽ അതെന്താ ഡിവിഷൻ ഫോള് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കണം. 5ാം ക്ലാസ്സിൽ 1:25 6-7 ക്ലാസ്സുകളിൽ 1:30 അല്ലെങ്കിൽ 25 തന്നെ. ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പൊ 5ാം ക്ലാസ്സിൽ 1:30, 6-7 1:35 ആണ്. അപ്പം നമുക്കൊക്കെ പല സ്കൂളുകളിലും തസ്തിക നഷ്ടപ്പെടുന്നത് 1, 5 അങ്ങനത്തെ കുട്ടികളുടെ എണ്ണം കൊണ്ടാണ്. ഇവര് 6th വർക്കിംഗ് ഡേയിൽ കുട്ടികളുടെ എണ്ണം എടുക്കും. അപ്പൊ കുട്ടികളുടെ എണ്ണത്തിൽ നമുക്ക് തസ്തിക നഷ്ടപ്പെടും. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഒന്നുകൂടെ പറയാം. കാര്യം നിങ്ങൾ ഈ വിഷയത്തിൽ ആഴത്തിൽ നിൽക്കുന്നതാണ്. ഞാൻ അടക്കം ഇത് കേൾക്കുന്ന ആൾക്കാർ സാധാരണക്കാരാണ്. ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് അറിയുന്ന ആൾക്കാർ മാത്രമാണ്, അല്ലെങ്കിൽ അറിയാൻ പോകുന്ന ആൾക്കാർ മാത്രമാണ്. അപ്പൊ ഒന്ന്, വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നു, അതുകൊണ്ട് തന്നെ ഡിവിഷൻ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് പണ്ട് 1:30, അതായത് 30 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകനോ അധ്യാപികയോ എന്ന് നിലമാറ്റി 20 വിദ്യാർത്ഥികൾ ഒരു അധ്യാപനോ അധ്യാപികയോ എന്നാക്കണം. മുതിർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ പറയണം ഒന്നുകൂടെ. ദീപ ഫേസ് വേണേ, ഫേസ് ദീപ സംസാരിക്കുകയാണെങ്കിൽ മുഖം പറയണം പറ ദീപ പറഞ്ഞോളൂ. സാറ് ഞങ്ങളുടെ ഞങ്ങളുടെ റേഷ്യോ ഇല്ലേ, റേഷ്യോ 1:20, അതായത് 25 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലാക്കിയാൽ ഞങ്ങൾക്ക് കുറെ തസ്തിക നഷ്ടം കുറയ്ക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് എന്താ പറയാ കൂടുതൽ വേക്കൻസീസ് കിട്ടുന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശരി, അപ്പൊ നിങ്ങളുടെ ശരി, നിങ്ങൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അടുത്തൊരു 2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ അധ്യാപക വിദ്യാർത്ഥി റേഷ്യോ കുറക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യമാണ്. കാരണം ഇപ്പൊ സ്കൂളിൽ വരുന്ന കൂടുതൽ കുട്ടികൾക്കും അറ്റൻഷൻ സ്പാന് കുറവാണ്. അത് സ്വാഭാവികമായിട്ടും അറ്റൻഷൻ സ്പാന് കുറയുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ അവരെ എല്ലാവരെയും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ 35 കുട്ടികൾ ഒരേപോലെ അല്ലെങ്കിൽ 34 കുട്ടികൾ ഒരേപോലെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. കുട്ടികളും അത്രയേറെ അപ്ഡേറ്റഡ് ആയി. അപ്പൊ അവരെ എല്ലാവരെയും ആ അപ്ഡേഷൻ അനുസരിച്ച് കൊണ്ടുപോകണം. അത് ഒരു ഭാഗത്തൊരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ MRS സ്കൂളുകളിലൊന്നും പിന്നെ UP വിഭാഗത്തിൽ നിയമനം നടക്കുന്നില്ല. UP-യിൽ അധ്യാപകരില്ല. അവിടെ പല 99% സ്കൂളുകളിൽ UP-യിൽ അധ്യാപകരില്ല. അതെന്താ കാരണം? എന്താ അതിന്റെ കാരണം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അവര് കാരണം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ അധ്യാപകർക്ക് പീരീഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടി UP-യിൽ അധ്യാപകരെ നിയമിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ UP-ക്ക് അവകാശപ്പെട്ടതല്ലേ? അപ്പൊ പറഞ്ഞു അല്ല, അത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഗസ്റ്റ് ആയിട്ടൊക്കെ ആളെടുക്കുന്നുണ്ട്, അവരെ വെച്ചിട്ട് അത് ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് കിട്ടേണ്ട ഒഴിവുകൾ ഒരു താൽക്കാലികക്കാരനെ കൊണ്ടുവന്നിട്ട് എടുത്തു പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഇനി വേറെ ആർക്കെങ്കിലും വേറെ 1-2 പേർക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇനി നിങ്ങളുടെ പ്രക്ഷോഭ പരിപാടികൾ എന്താണ്? ആരെങ്കിലും ഒരാള് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആരെങ്കിലും ഒരാൾ 2 പേര് പറഞ്ഞാൽ നമുക്ക്. അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുന്നതോടൊപ്പം തന്നെ HM-ന്റെ ക്ലാസ് ചാർജ് മാറ്റിയിട്ട് പകരം ഒരു അധ്യാപക തസ്തിക സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും മാക്സിമം വേക്കൻസീസ് ഉണ്ടാക്കാനും സാധിക്കും. അതുപോലെ തന്നെ HM അസോസിയേഷൻസ് ആവശ്യപ്പെടുന്ന കാര്യമാണ് അവർക്ക് HM-ന്റെ ഡ്യൂട്ടി ചെയ്യണം, ക്ലാസ് ചാർജും എടുക്കണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓൾറെഡി അവരൊരു അപേക്ഷ കാര്യങ്ങൾ കൊടുത്തതാണ്.
അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും പരിഗണിച്ചാൽ തന്നെ ഒരുവിധം വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഗവൺമെന്റ് സ്കൂളിന് ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്ന രണ്ടെണ്ണമാണ് റേഷ്യോ കുറയ്ക്കുന്നതും എക്സാമിന്റെ ക്ലാസ് ചാർട്ട് നോക്കി തട്ടിക സൃഷ്ടിക്കുന്നതും. ശരി, വേറെ ആരും സംസാരിക്കാൻ വന്നല്ലോ, മാഡം പറഞ്ഞോളൂ. സരിത എന്നാണ്. ഞാൻ എറണാകുളം റാങ്ക് ലിസ്റ്റിലാണ് ഉള്ളത്. Okay. അപ്പൊ ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലുള്ള ഒരു കാര്യം കൂടി നമ്മൾ അറിയണം. ഒരു 10 മാസം കൊണ്ട് തന്നെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഒരു 1000-നടുത്ത് അപ്പോയിന്റ്മെന്റ്സ് നടന്നു. പക്ഷെ നമ്മൾ ഈ ലിസ്റ്റ് എടുക്കുമ്പോൾ ഒരു 50 അപ്പോയിന്റ്മെന്റ് പോലും നടന്നിട്ടില്ല. അപ്പൊ നടന്നത് മെയിൻ ആയിട്ട് ഡിസബിലിറ്റിയുടെ ആ ലിസ്റ്റിലുള്ളവർക്കാണ് മെയിൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ്സ് നടന്നത്. അപ്പൊ അത്രയും മോശമാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ. ഈ 1000-ന്ന് 50 കുറഞ്ഞു അല്ലേ? നമുക്ക് ഇതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സ്. ഇതൊക്കെയാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതായത് കഴിഞ്ഞ തവണ 1000 ആണെങ്കിൽ ഇത്തവണ 50 നടന്നിട്ടുള്ളൂ. അതുപോലും ഡിസബിലിറ്റി കോട്ട അടക്കമുള്ള കാര്യങ്ങളിലാണ്. ഒരുമിക്ക ജില്ലയിലും 1ാം റാങ്കുകാരന് അപ്പോയിന്റ്മെന്റ് ആയിട്ടില്ല. ഇപ്പൊ എറണാകുളം ജില്ലയിലാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഫസ്റ്റ് റാങ്കിന് അപ്പോയിന്റ്മെന്റ് ആയത്. ഒരാൾക്ക് മാത്രമേ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ളൂ. 3 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ എറണാകുളത്തിൽ 183 പോയ സ്ഥലത്താണ് ഇപ്പൊ ഒരു അപ്പോയിന്റ്മെന്റിൽ നിൽക്കണം. എല്ലാ ജില്ലയിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് കിട്ടേണ്ട വേക്കൻസി മൊത്തം, റിട്ടയർമെന്റ് വേക്കൻസി മൊത്തം പുനർവിന്യസിച്ച്, അതായത് നേരത്തെ കയറിയ ടീച്ചേഴ്സിന് തന്നെ കൊടുത്ത് പുനർവിന്യസിച്ച് ഇപ്പൊ നമുക്ക് തരാനായിട്ട് വേക്കൻസി ഇല്ല. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയിട്ട് CM-നെ കണ്ടിരുന്നു. അപ്പൊ CM ഞങ്ങളോട് ഇങ്ങോട്ട് പറയുന്നതിന് ഡിവിഷൻ ഫോൾ ആണ് ഇതിനെല്ലാം കാരണം. ഞങ്ങൾക്ക് അറിയാം ഡിവിഷൻ ഫോൾ ആണ് കാരണം. നമ്മൾക്ക് ഇതിനൊരു സൊല്യൂഷൻ ആണ് ആവശ്യം. നമ്മൾ ചോദിക്കുന്നത് VD സതീശൻ എന്താ അദ്ദേഹത്തിന്റെ ഒരു നിലപാട്? CM ആണോ? CM-ന്റെ നിലപാട് എന്താ? സാറ് പറയണത് ഈ പ്രശ്നം ഇപ്പൊ ഒരുപാട് പേര് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെല്ലാം പ്രശ്നം ഡിവിഷൻ ഫോൾ ആണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് നോക്കാമെന്നാണ് പറയണത്. കുറെ ആയി, നമ്മളിപ്പോ 10 മാസം ആകാൻ പോണം. നമ്മൾ എപ്പോഴും ഇങ്ങനെ പഴയ ഗവൺമെന്റിന്റെ അടുത്ത് നമ്മൾ വിചാരിച്ച ഗവൺമെന്റ് കാലാവധി തീരാൻ പോണെയാണ്. ഇപ്പൊ തന്നെ നമുക്ക് ബൾക്കായിട്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇങ്ങനെ വരും എന്ന് വിചാരിച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു പ്രതിഷേധം മാത്രമേ ഞങ്ങൾ ഒരു ദിവസം നടത്തിയുള്ളൂ, സൂചനാ പ്രതിഷേധം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പൊ ഞങ്ങൾ പുതിയ ഗവൺമെന്റ് മാറി വന്നപ്പോ വീണ്ടും പ്രതീക്ഷ പുതിയ ഗവൺമെന്റ് വന്ന് ഇപ്പൊ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടും, എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിരുന്നതുകൊണ്ടാണ് കാര്യമായിട്ട് പ്രതിഷേധത്തിന് പോകാതിരുന്നത്. അങ്ങനെ നോക്കിയിരുന്നിട്ടും നമുക്ക് ഇതുവരെ ഒരു കാര്യവും നടന്നിട്ടില്ല. എല്ലാവരും കയറി ചെല്ലുമ്പോ പറയണത് ഇപ്പം ഞങ്ങളുടെ എത്ര ടീച്ചേഴ്സ് ത്രോൺ ഔട്ട് ആയി ചോദിക്കുമ്പോൾ അത് എണ്ണം പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണില്ല. നമ്മള് ചോദിക്കുന്നത് ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ആണ് നമുക്ക് ആവശ്യം. നമ്മൾ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത്. ഒന്ന്, അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കാതെ ഒന്നും നടക്കൂല. അത് വിദ്യാഭ്യാസവും നന്നാക്കും, അത് വിദ്യാഭ്യാസ മേഖലയും നന്നാക്കും. നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ അറ്റൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടും, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൂടാൻ കാരണമാവും. അതൊക്കെ ശരിയാണോ? കറക്റ്റാണ്. അപ്പൊ ഇനി ഒരു കാര്യം കൂടി, ഇനി അടുത്ത അവസാനം ഒരു 2 മിനിറ്റിലെ നമുക്ക് നിങ്ങളുടെ എന്താ ഒരു പ്രക്ഷോഭ പരിപാടി? സാറേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. സാറേ ഞാൻ കാസർഗോഡ് ജില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മളെ ഈ ലിസ്റ്റ് പ്രകാരം മെയിൻ ലിസ്റ്റിൽ 550 പേരും സപ്ലിമെന്ററി ലിസ്റ്റില് 400 ചില്ലറ പേരും, അപ്പൊ ഏകദേശം ഒരു 1000-ഓളം പേര് ലിസ്റ്റിലുണ്ട്. അപ്പോ PSCക്ക് ഇപ്പോ നിലവിൽ 1ാമത്തെ റാങ്കുകാരന് പോലും നിയമനം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഇവർ ഇത്രത്തോളം ആൾക്കാരുള്ള വലിയൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്? അതിന്റെ ആവശ്യകത ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഇതും പ്രതീക്ഷിച്ചിട്ടാണ് 3 വർഷമാണ് നമ്മുടെ ലിസ്റ്റിന്റെ കാലാവധി. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 20ാമത്തെ റാങ്കുകാരനാണ്. അപ്പൊ ഈ ഒരു ജോലി കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയില് നമ്മളിത് പഠിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ഇത് പഠിക്കാൻ നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പോ ആ പഠിക്കാൻ വേണ്ടി 1 വർഷം, പിന്നെ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടത്താൻ വേണ്ടി 1 വർഷം, ലിസ്റ്റ് വന്നിട്ട് 3 വർഷം. ബട്ട് ഏറെക്കുറെ ഒരു 5 വർഷത്തോളം നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് സാർ, ഒരു ജോലി കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ. എന്താ നിങ്ങൾക്ക് ശമ്പളമൊക്കെ കിട്ടുക? അഥവാ ഇത് ജോലി കയറി കഴിഞ്ഞാൽ എന്താ ശമ്പളവും റേഞ്ചൊക്കെ? ശമ്പളം ജോലിക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാല് കൃത്യമായിട്ടുള്ള ശമ്പളങ്ങളൊക്കെ കിട്ടും. എന്താ അപ്രോക്സിമേറ്റ് സാലറി റേഞ്ച് ഒക്കെ എന്താ? 35,000 to 80,000 സാറേ. 35K മുതൽ 80,000 വരെയാണ് സ്കെയിൽ. അപ്പൊ കൂടുതലും ഗവൺമെന്റ് അല്ലെ, എയ്ഡഡ് മേഖലയിൽ അടക്കമുള്ള ഗവൺമെന്റ് സ്കൂൾസിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഇത് സംഭവിക്കുക. അത് മാത്രം ഒരു പുതിയൊരു റാങ്ക് ലിസ്റ്റും കൂടി ഇനി വരാം. ഇന്നൊരു പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത എക്സാം വിളിക്കാൻ പോവുക. വീണ്ടും ഒരു 5 വർഷം കൂടി ഇതേപോലെ വിദ്യാർത്ഥികളെ വീണ്ടും ബുദ്ധിമുട്ടിക്കാനാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. അതാ ശരിക്കും എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് തന്നെ ഓൾറെഡി ജോലി തന്നിട്ടില്ലെങ്കിൽ ഈ പുതിയ റാങ്ക് ലിസ്റ്റ് വിളിക്കുന്നതിന്റെ ആവശ്യം എന്താ?
ഞങ്ങൾ അന്ന് പോയി ചോദിച്ചിരുന്നു സാറേ. അപ്പൊ പറയാൻ കഴിഞ്ഞെന്ന് വെച്ചാല് ഈ ഏജ് ഓവർ ആയി പോകുന്ന ആളുകളെ കൺസിഡർ ചെയ്യണം. അപ്പൊ അവർക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വിളിക്കണം എന്നുള്ള രീതിയിലാണ് അന്ന് സംസാരിച്ചത്. ശരി. അപ്പൊ ഇനി നമുക്ക് അവസാനത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ പ്രക്ഷോഭ പരിപാടികൾ എന്താന്ന് കൂടെ പറയും. ഞങ്ങൾ നിലവിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ അവിടെ എന്താ പറയാ ഇരുന്നിട്ട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു സമര ജാഥയൊക്കെ സംഘടിപ്പിച്ച് പ്രതിഷേധം അറിയിക്കാനുള്ളത്. കൂടുതൽ ദിവസങ്ങൾ വരുന്നോറും സമരത്തിന്റെ കാഠിന്യം ഈ രംഗത്തൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിലെ എല്ലാവരോടും, എന്നാലും എല്ലാവർക്കും വേണ്ടി കുറച്ചുപേർ സംസാരിച്ചിട്ടുണ്ട്. 2-3 എനിക്ക് ഒരു റിക്വസ്റ്റ്, ദീപ അടക്കമുള്ള ആൾക്കാരോടും അല്ലെങ്കിൽ അശ്വിൻ അടക്കമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ. ഒന്ന്, നിങ്ങൾ 2-3 പ്രസ് മീറ്റുകൾ വിളിക്കണം. ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ 1500 മുതൽ 2000 രൂപ വരെയാണ് ചെലവാകുക. അപ്പോൾ ആ പ്രസ് മീറ്റുകൾ വിളിച്ചാലുള്ള ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് കേൾക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പ്രസ് മീറ്റ് ഒക്കെ ഞങ്ങളുടെ അടക്കമുള്ള സപ്പോർട്ടിൽ അറേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ ഈ വിഷയം ജനങ്ങൾ അറിയണം. ഒരു വിഷയം ശക്തമായി ഉന്നയിച്ചാൽ മാത്രമേ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവൂ. 2, ഒരു ദിവസം അവിടെ സമരം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഈ പറയുന്നതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട്. പക്ഷെ സത്യം എന്ന് പറഞ്ഞാൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? ജനാധിപത്യത്തിലെ ഒരു പ്രശ്നം അതാണ്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഉറക്കെ കരയുന്ന കുഞ്ഞിന് പാല് കിട്ടും എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പോൾ നിങ്ങളിപ്പോൾ നിരാഹാരമാകാം, അങ്ങനെ ഏതെങ്കിലും ആൾക്കാരുടെ ശ്രദ്ധ കൂടി എടുക്കുന്ന ഒരു രീതിയിലേക്ക്, ചിലപ്പം റിലേ നിരാഹാരമാകാം, ചിലപ്പം 1 ഡേ നിരാഹാരമാകാം, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആ ജനശ്രദ്ധ ഉയർത്തുന്ന ഒരു കാര്യം കൂടി ഡെഫിനറ്റ്ലി ചെയ്യണം. വയലന്റ് അല്ലാത്ത സമാധാനപരമായ ഇന്നോവേറ്റീവായ ക്രിയേറ്റീവായ ഡിഫറൻ്റ് ആയ പോസിറ്റീവായ പ്രൊട്ടസ്റ്റിന്റെ രീതികളാവുമ്പോഴാണ് ഇതിൽ മാധ്യമ ശ്രദ്ധ വരുന്നത്, ചർച്ചകൾ പലപ്പോഴും വരുന്നത്. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കാറില്ല എന്നുള്ളതൊരു വിഷമകരമായ കാര്യമാണ്. നമുക്ക് സംസാരിച്ചു നോക്കാം കുറച്ച് മാധ്യമങ്ങളോട്. അപ്പോൾ ഇന്നോവേറ്റീവും ക്രിയേറ്റീവും പോസിറ്റീവുമായ പ്രൊട്ടസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധയും കാര്യങ്ങളും വരുന്നത്. എൻ്റെ ഭാഗത്തു നിന്ന് ഓൾ ദി ബെസ്റ്റ്. എൻ്റെ ഭാഗത്തു നിന്ന് എന്നാൽ കഴിയുന്ന എല്ലാ അസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാകും. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ശക്തമായി മുമ്പോട്ട് പോവുക. ഭാവിയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരാളുടെ ടീച്ചേഴ്സാണ് ഞാൻ. പ്രത്യേകിച്ച് ഫിൻലാൻഡിൽ എൻ്റെ ജോലി സംബന്ധമായി പോകുന്നതുകൊണ്ട് അവിടെ ഏറ്റവും ആദരവും ഏറ്റവും റെസ്പെക്റ്റും ഉള്ളത് ടീച്ചേഴ്സിനാണ്. ടീച്ചേഴ്സാണ് അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നത്. അതായത് അവിടെ എഞ്ചിനീയർ, ഡോക്ടർ എന്നതിനേക്കാൾ കൂടുതൽ ആദരവ് കിട്ടുന്നതും ബഹുമാനം കിട്ടുന്നതും അക്സെപ്റ്റൻസ് കിട്ടുന്നതും ടീച്ചേഴ്സിനാണ്. അപ്പൊ നാളെയുടെ നല്ല ടീച്ചർമാരായി മാറട്ടെ. നിങ്ങളും അങ്ങനെ പോസിറ്റീവായ ഒരു സോഷ്യൽ പ്രൊട്ടസ്റ്റിന്റെ, നോൺ വയലന്റ് പ്രൊട്ടസ്റ്റിന്റെ, ഒരു ഗാന്ധിജി മാർഗത്തിൽ പോകുന്ന പ്രൊട്ടസ്റ്റും ക്രിയേറ്റീവായി ചെയ്യുക. എൻ്റെ എല്ലാവിധ പിന്തുണയും കാണും. നമ്മളിത് ടെലികാസ്റ്റും ചെയ്യും. അതോടൊപ്പം കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ ഒരു കാര്യം ചെയ്യും. അപ്പം ജൂലൈ 29 പ്രൊട്ടസ്റ്റിന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. Thank you so much, sir. Thank you so much. അപ്പോൾ ഇതുപോലത്തുള്ള ധാരാളം പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാകട്ടെ. ഒരുപാട് പേരുണ്ട്. ഞാൻ ആദ്യം സൂം മീറ്റിംഗ് എടുക്കാന്ന് വിചാരിച്ചാണ്, സ്ട്രീം യാർഡ് എടുക്കാന്ന് വിചാരിച്ചാണ്. പലർക്കും സൂമിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ UP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് ആണ്. അവരെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടില്ല. അടിസ്ഥാന പ്രശ്നങ്ങൾ ജോലി, തൊഴിൽ അടക്കമുള്ള കാര്യങ്ങളാണ്. അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകട്ടെ. ഓൾ ദി ബെസ്റ്റ്.